കണ്ടശങ്കടവ് പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ചതുമൂലം വിദഗ്ധരെ ഉപയോഗപ്പെടുത്തി പാലത്തിന്റെ സുരക്ഷ പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമായി. പാലത്തിന്റെ അടിത്തറയിൽ ഗുരുതരമായ കോൺക്രീറ്റ് ദ്രവീകരണവും ഘടനാപരമായ ബലക്ഷയവും വന്നതായി വേലിയിറക്ക സമയത്ത് സ്ഥലത്തെത്തി പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രദേശവാസിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റുമായ ജോയ്മോൻ പള്ളിക്കുന്നത്ത് പറഞ്ഞു. ഞാൻ ജോയ്മോൻ പള്ളിക്കുന്നത്ത്, കണ്ടശാങ്കടവ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ്. എൻ്റെ ഈ പിന്നിൽ കാണുന്നത് കണ്ടശാങ്കടവ് പാലമാണ്. ഈ പാലത്തിൻ്റെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ. കാലിൻ്റെ അടിഭാഗം എല്ലാം ദ്രവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചേ കാണാൻ പറ്റുള്ളൂ. കാലത്ത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇറക്ക സമയത്ത് ഇതിൻ്റെ ഓരോ തൂണുകളും ജീർണിച്ച അവസ്ഥയിൽ ഏകദേശം കമ്പിയെല്ലാം പുറത്തായി വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് കാണുന്നത്. ദിനം പ്രതി ഏകദേശം 1000-ഓളം വാഹനം പോകുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പേടിപ്പിക്കുന്നൊരു സ്വപ്നമാണ് കാണുന്നത്. ഏകദേശം നല്ലോണം പഴക്കമുള്ള പാലം ഇതുവരെ പുതിയതായി പണിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ആയതുകൊണ്ട് സർക്കാരും ഇതിൻ്റെ ഡിവിഷൻ ആൾക്കാരും എത്രയും പെട്ടെന്ന് ഈ പാലത്തിന് അപകടാവസ്ഥ മാറ്റി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വലുതും ചെറുതുമായ ആയിരക്കണക്കിന് വാഹനങ്ങളിലായി നിരവധി യാത്രക്കാരാണ് ദിവസവും ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത്. പുഴയിൽ പാലം ഉറപ്പിച്ചിട്ടുള്ള തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പില്ലറുകളുടെയും ബീമുകളുടെയും സംയോജന ഭാഗങ്ങളിലും തകരാറുകളുണ്ട്. പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൽ തുടർച്ചയായി കാണപ്പെട്ട വിള്ളലുകൾ പാലത്തിന്റെ അടിത്തറയിലെ ബലക്ഷയത്തെ തുടർന്നാണെന്ന് വിദഗ്ധർ നൽകുന്ന സൂചന.